തന്നെ എൽഗാർ പരിഷത്ത് കേസിൽ പ്രതിയാക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു തമാശയായിട്ടാണ് അത് കരുതിയിരുന്നത്. പിന്നീടാണ് താൻ അതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായും ബോധ്യമാവുന്നത്. ട്രംപിനേക്കാൾ നെത്തന്യാഹുവിൻ്റെ മോഡലാണ്. കാര്യം നിർബാധം കൂട്ടക്കുരി നടത്തിയാലും ഒന്നും സംഭവിക്കാതെ എന്ത് ചെയ്താലും തനിക്ക് ഒരു ഇമ്മ്യൂണിറ്റി, ആ നിലയ്ക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഇന്നത്തെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് പൊതുവിലുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ഇത് പറയുമ്പോൾ ഉമർ ഖാലിദിനെയൊക്കെ നമ്മൾ ഓർക്കും. നമ്മൾ ഉമർ ഖാലിദിനെ ഓർക്കും. ഉമർ ഖാലിദ് അദ്ദേഹം റെഫർ ചെയ്യുന്നുണ്ട്. ഉമർ ഖാലിദിനെ ഓർക്കും. രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോൾ ദേശവിരുദ്ധരായിട്ട് മാറുന്നൊരു അസാധാരണമായ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ തലോജ ജയിലിൽ 32 മാസം നീണ്ടുനിന്ന തൻ്റെ ജയിൽ ജീവിതത്തെക്കുറിച്ച് ആനന്ദ് തെൽതുംബെ എഴുതിയപ്പോൾ അതിന് അദ്ദേഹം നൽകിയ പേര് ദ സെൽ ആൻഡ് ദ സോൾ എന്നാണ്. കാരാഗ്രഹവും ആത്മാവും എന്ന് വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താം. അസാധാരണമായിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പാണിത്. ഈ ഓർമ്മക്കുറിപ്പിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ദാമോദർ പ്രസാദ് എത്തിയിരിക്കുന്നത്. ദാമോദർ, എനിക്ക് ഈ പുസ്തകം വായിച്ച സമയത്ത് എങ്ങനെയാണ് ഒരു ബുദ്ധിജീവി, ഇന്ത്യൻ സമൂഹത്തിൽ വളരെ ഉയർന്ന നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ, ഇതിലേറ്റവും ഉയർന്ന അക്കാദമിക് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാൾ, ആഗോള തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരാൾ, അദ്ദേഹം ആദ്യമായിട്ട് ജയിലിലേക്ക് പോകുന്ന സമയത്ത്, പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ചെന്ന് ചേരുന്ന സമയത്ത് ഒരു കള്ളക്കേസ്, തികഞ്ഞ കള്ളക്കേസ്, അദ്ദേഹം ആ ലോക്കപ്പ് മുറിയിൽ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്. വളരെ എന്താ പറയുക, വളരെ വൈകാരികതയൊന്നും ഇല്ലാണ്ടാണ് അദ്ദേഹം. പക്ഷെ ആ ചിത്രം അത് വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കുന്ന ചിത്രമാണ്. ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്തായിരിക്കും അനുഭവം എന്നൊരു ഓർമ്മ അതുണ്ടാക്കുന്നു. ഈ പുസ്തകം വായിച്ചപ്പോൾ താങ്കൾക്ക് എന്ത് തരത്തിലൊരു ഒരു ഒരു മനോഭാവമാണ് അല്ലെങ്കിൽ ചിന്തയാണ് ആദ്യം ഉയർന്നു വന്നത്? ഈ പുസ്തകം വായിച്ചപ്പോൾ ആനന്ദ് തെൽതുംബെ നമ്മൾ മുമ്പ് വായിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വളരെ ദൈഷ്ണിക പ്രാഗൽഭ്യം പ്രകടമാകുന്ന ഒട്ടനവധി പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ അംബേദ്കർ മൂവ്മെൻറ്റിനെക്കുറിച്ച്, ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട കൈരലാഞ്ചിയെക്കുറിച്ചുള്ള വർക്ക്, മഹദിനെക്കുറിച്ചുള്ള വർക്ക്, അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ അംബേദ്കറിനെ കുറിച്ചുള്ള പ്രധാന ജീവചരിത്രം ഐക്കണോക്ലാസ്റ്റ് ഇതൊക്കെ നമ്മൾ മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഇത് വായിക്കുന്നത്. അപ്പം നമ്മൾ ഇത് വായിക്കുമ്പോൾ ഇത് ഒരു ഭാഗത്ത് നമ്മളെ വല്ലാതെ ഇതിൽ ആകുലപ്പെടുത്തും, നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കും, വല്ലാതൊരു മനോവിഷമത്തിലൂടെ നമുക്ക് ഈ പുസ്തകം വായിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു ജയിൽ ഓർമ്മയാണ്. പക്ഷേ ജയിൽ ഓർമ്മയ്ക്കകത്ത് ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഒരു വ്യാജ കേസിൽ, കെട്ടിച്ചമച്ച കേസിൽ നിരന്തരമായിട്ടുള്ള പോലീസ് ട്രയലിൽ അതൊരു തന്നെ ഒരു ശിക്ഷയാണല്ലോ. ആ ശിക്ഷാവിധിക്ക് വിധേയാവുന്ന അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല, സ്റ്റാൻ സ്വാമിയെ പോലുള്ള വയോധികനായ ജസ്യൂട്ട് പാതിരി, വരവർ റാവു, ഇദ്ദേഹത്തിൻ്റെ അതുപോലെ സഹതടവരായിട്ടുള്ള മറ്റ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളവരും അല്ലാതെ സമൂഹത്തിൻ്റെ വിവിധ വരുന്നവരും അവർ ജയിലിൽ അനുഭവിക്കുന്ന ഒരു ജയിലിലൊരു ചിത്രം. നമുക്ക് ഒരു പക്ഷേ ജയിൽ സ്മരണകൾ പലതുണ്ട്. ഇപ്പോൾ മേരി ടൈലറുടെ പുസ്തകം ജയിൽ സ്മരണകളൊക്കെ തന്നെ നമ്മൾ വല്ലാതെ നമ്മൾക്ക് മനസ്സ് തുറപ്പിക്കുന്നതാണ്. ജയിലിലെ മനുഷ്യാവകാശത്തെക്കുറിച്ചും ജയിൽ ജീവിതത്തെക്കുറിച്ചൊക്കെ നമുക്ക് വേറെ കാഴ്ച തരുന്നതാണ്. ഇവിടെ കുറച്ചുകൂടി നമ്മൾ കാണാൻ പറ്റുന്നൊരു കാര്യം, ആ വലിയൊരു ജയിൽ റൈറ്റിങ്ങിൻ്റെ ഭാഗം തന്നെയാണെങ്കിൽ ഇത് അതിൻ്റെ അകത്ത് സവിശേഷമായൊരു കാലഘട്ടത്തെ ചിത്രീകരിക്കുന്നുണ്ട്. ജയിലിനകത്ത് നിൽക്കുന്ന അതീവമായിട്ടുള്ള ജാതി വ്യവസ്ഥ, ജയിലിനകത്ത് നിൽക്കുന്ന അസമത്വങ്ങൾ, ശിക്ഷാവിധിയായി തന്നെ മാറുന്ന വിചാരണ, അതുപോലെ തികച്ചും എപ്പത്തറ്റിക് ആയിട്ടുള്ള, നിസ്സംഗവും ഒരു തരത്തിൽ വളരെ തീർത്തും ഒരു തരത്തിൽ സെൻസിറ്റീവ് അല്ലാത്ത ഒരു അഡ്മിനിസ്ട്രേഷൻ. അതായത് സ്റ്റാൻ സ്വാമിയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു സ്ട്രോയ്ക്ക് വേണ്ടി, പാർക്കിൻസൺസ് ഒരു രോഗം ബാധിച്ച ആൾക്ക് സ്ട്രോ ഇല്ലാതെ കുടിക്കാൻ പറ്റില്ല, കാര്യം അതുപോലും നിഷേധിക്കുന്നു. അതിനുവേണ്ടി കോടതി കയറുകയും അവസാനം അത് നിഷേധിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഒരു കത്ത് സ്വതന്ത്രമായി വീട്ടിലേക്ക് അയക്കാൻ പറ്റില്ല, കാര്യം നിരവധി തവണ അത് വായനയ്ക്ക് വിധേയമാക്കുന്നു, വായിച്ച ശേഷം അത് അയക്കാതിരിക്കുന്നു. അങ്ങനെ വലിയ ഒരു അനുഭവം, വളരെ പീഡാകരമായ അനുഭവത്തെ നമുക്ക് അതിൻ്റെ അകത്ത് അനാവരണം ചെയ്യുന്നുണ്ട്. അതെ, അതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ കേസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ആദ്യം ഈ കേസ് തന്നെ എൽഗാർ പരിഷത്ത് കേസിൽ പ്രതിയാക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു തമാശയായിട്ടാണത് കരുതിയിരുന്നത്. മാധ്യമങ്ങളിലൂടെയൊക്കെ സ്ഥിരമായിട്ട് വരുന്ന പലതരത്തിലുള്ള ദുഷ്പ്രചാരണങ്ങളിൽ ഒന്നായിട്ടാണ് അദ്ദേഹം കണ്ടത്. പിന്നീടാണ് താൻ അതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായും ബോധ്യമാവുന്നത്. അതൊരു വലിയ ഷോക്കായിരുന്നു.
എന്തുകൊണ്ടാണ് ഇന്ത്യൻ സിസ്റ്റം, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം, ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഈ തരത്തിൽ ഇങ്ങനെ ആളുകളെ ട്രാപ്പ് ചെയ്യുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് പൊളിറ്റിക്കൽ ആൻഡ് ഈ ലീഗൽ സിസ്റ്റത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ അദ്ദേഹം ഉയർത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വളരെ സീരിയസ്, വളരെ ഗൗരവമായിട്ടുള്ള ചോദ്യം ആനന്ദത്തിലുണ്ട്. ഇന്ത്യയിലെ ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് UAPA കേസുകളുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളും കോടതിയുടെ നിസ്സംഗ നിലപാടുകളും, ജാമ്യമാണ് നിയമമെന്ന് പറയുമ്പോഴും ജാമ്യം പലപ്പോഴും നിഷേധിക്കപ്പെടുകയും വേണ്ട പോലെ പ്രതികളെ കേൾക്കപ്പെടാതിരിക്കുകയും വ്യാജമായി ഫ്രെയിം ചെയ്യപ്പെടുന്ന, അങ്ങനെയാണല്ലോ ഈ പുസ്തകത്തിൻ്റെ ആരംഭം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അദ്ദേഹത്തിന് തന്നെ അതിൻ്റെ അകത്തൊരു ചെറിയ അത്ഭുതത്തിൻ്റെ അംശമുണ്ട്. എനിക്ക് അദ്ദേഹം തന്നെ അതിപ്പോൾ ഒരു അത്ഭുതത്തിന് നമുക്ക് അനുഭവപ്പെടുന്ന അത്ഭുതം അദ്ദേഹത്തിൻ്റെ എഴുത്തിലുണ്ട്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓയിൽ കമ്പനിയുടെ CEO തലത്തിൽ പ്രവർത്തിച്ച ഒരാൾ, വളരെ ഉന്നതമായ ചെറിയ സ്ഥലത്ത് IIT, IIM തുടങ്ങിയ പ്രധാനപ്പെട്ട അക്കാദമിക് സ്ഥാപനം, IIT IIM എന്നും പഠിച്ചിറങ്ങിയ ഒരാൾ, ഉന്നതമായിട്ടുള്ള കോർപ്പറേറ്റ് മേഖലയിലുള്ള ഔന്നത്യങ്ങളിൽ വ്യവഹരിച്ച ഒരാൾ, അതിനുശേഷം ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ ഡാറ്റ അനലിറ്റിക്സ് എന്ന പുതിയൊരു പ്രോഗ്രാം, അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഡാറ്റ അനലിറ്റിക്സിൽ പുതിയ പ്രോഗ്രാം ഒരു മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ചേരുന്നത്. ധാരാളമായ എൻറോൾമെൻറ്റ്. അങ്ങനെ താൻ ഏതൊക്കെ മേഖലയിൽ വ്യാപരിച്ചു ആ മേഖലകളൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ചാണ്. അതായത് കോർപ്പറേറ്റ് മേഖല, വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഇനി അധ്യാപനത്തിൻ്റെ മേഖല എല്ലാം തന്നെ, ഇനി ആക്ടിവിസ്റ്റ് മേഖല നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എല്ലാ മേഖലയും പ്രാഗൽഭ്യം തെളിയിച്ച ഒരു ഇടത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ഒരു ചെറിയ മനുഷ്യൻ, ഞാൻ പറഞ്ഞ ചെറിയ മനുഷ്യനെ ജയിലിലാക്കാമെന്ന് ധ്വനി നടത്തല്ല പറയും. പക്ഷേ അദ്ദേഹം അങ്ങനൊരു വ്യക്തി മാത്രമോ അംബേദ്കറിൻ്റെ മകളെ വിവാഹം ചെയ്തിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏതൊക്കെയോ വളരെ പല തലങ്ങളിലും ഉന്നതമായ സ്ഥലങ്ങളിൽ വ്യവഹരിച്ചൊരു ആൾ ഒരു വ്യാജമായ കേസിൽ കുടുക്കപ്പെട്ട് അതിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട് ആ പ്രോസസ്സിലൂടെ കടന്നു നിസ്സംഗമായ രീതിയിൽ അദ്ദേഹം ജയിലിലകത്താക്കപ്പെടുകയാണ്. 32 മാസങ്ങളാണ് അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വരുന്നത്. ആ സമയം നിരവധിയായിട്ട് അദ്ദേഹം ജാമ്യത്തിന് അപേക്ഷിക്കുന്നുണ്ട്, ഇതെല്ലാം. പക്ഷേ അപ്പോൾ ആ സമയങ്ങളിൽ നിഷേധിക്കപ്പെടും. ഓരോ ഘട്ടത്തിലും നിഷേധാത്മകമായ സമയമാണ് പോലീസിൻ്റെയും കോടതിയുടെയും ഭാഗത്തുണ്ടാകുന്നത്. ഇത് നമ്മളെല്ലാം ആകുലപ്പെടുത്തേണ്ടും ഭയപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ നിലനിൽക്കുന്ന വ്യവസ്ഥ എത്രമാത്രം നിർദാക്ഷിണ്യമായ രീതിയിൽ മനുഷ്യരെ ട്രാപ്പ് ചെയ്യും. അതായത് അതിൽ വേർതിരിവുകളില്ലാതെ യാതൊരു വിവേചനരഹിതമായിട്ട് കാര്യം. നമ്മളത് പറയാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ബന്ധങ്ങളും അത്രമേൽ പ്രധാനപ്പെട്ടാണ്. കാര്യം ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റിൻ്റെ എൻ്റയർ ആ സ്റ്റാഫും ആ യൂണിവേഴ്സിറ്റിയും അവിടുത്തെ വിദ്യാർത്ഥികളും മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റിലെ ഡയറക്ടർ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അദ്ദേഹത്തിൻ്റെ അലുമിനി ഗ്രൂപ്പിൽ ഒഴിച്ച് 1-2 പേർ ഒഴിച്ച് ബാക്കി എല്ലാ ആളും. അപ്പോൾ ഒന്ന് ആലോചിച്ച്, ഇവരൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ പിന്തുണച്ചു എന്ന് പറയുന്ന ആൾക്കാർ ആക്ടിവിസ്റ്റുകളോ പത്രപ്രവർത്തകരോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽസ് അക്കാഡമിക്സ് മാത്രമല്ല, ഈ കോർപ്പറേറ്റ് മേഖലയിലൊക്കെ വിന്യസിക്കുന്ന കാര്യം. നമ്മൾ കോർപ്പറേറ്റ് മേഖല പറഞ്ഞാൽ അതിന് ആദർശവൽക്കരിക്കില്ല. അവരുടെ സാമൂഹ്യ ബന്ധങ്ങൾ ഇപ്പോൾ ഭരണമായിട്ട് ബന്ധപ്പെട്ട അടുത്ത് ഇടപെടുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അത്രയും വലിയ പിന്തുണ കിട്ടിയിട്ടും ഇദ്ദേഹത്തെ വേട്ടയിടപ്പെട്ടു. എൽഗാർ പരിഷത്തിൽ അവിടെ കുറ്റാരോപണം എന്ന് പറയുന്ന എൽഗാർ പരിഷത്തിൽ ഭീമാ കൊറേ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം, സ്റ്റാൻ സ്വാമിയുടെ കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട് അകത്ത് കാര്യം. അതിലെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഭീമാ കൊറേഗാവിൽ ഒരു റിവോൾട്ടിനോ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന് വേണ്ടി ഒരു തരത്തിലും സംസാരിക്കുകയോ അതിനുവേണ്ടി ആവിഷ്കരിച്ച് എന്താ പറയുക, ആ രീതിയിൽ ഒരു വാക്ക് പോലും പറയാത്ത ഒരാളെയാണ് ആ കേസ് ട്രാപ്പ് ചെയ്യുന്നത്. വളരെ ബോധപൂർവ്വം നമുക്കറിയാം. പക്ഷേ ആ കഥ അതിൻ്റെ ഭീമാ കൊറേ കേസിൽ നമ്മൾ തുടർന്ന് പോയി കഴിഞ്ഞാൽ ആനന്ദ് എൽത്തുംബടെ മാത്രമല്ല ഹാനി ബാബു വരെ ഡസൻ കണക്കിന് ആളുകൾ അങ്ങനെ ചെയ്തു. പക്ഷേ ഇതിനകത്ത് വേറൊരു പ്രശ്നമുള്ളത്, ഇത്രയും ഉന്നത തലത്തിലുള്ള ഒരു അക്കാദമീഷ്യനെ അവർ ജയിലിലേക്ക് വിടുന്ന സമയത്ത്, ബോധപൂർവം അത് ചെയ്യുന്ന സമയത്ത്, ഇത് ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു രാജ്യം എന്ന ഈ രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ആരെങ്കിലും ആലോചിക്കേണ്ടതാണ്. കാരണം ഇന്ത്യ ലോകത്ത് 1-ാം നമ്പർ ആവുന്നു, അമേരിക്ക 3-ാം ലോകത്തേക്ക് വരുന്നു, ഇന്ത്യ ലോകത്തിൻ്റെ അക്കാദമിക് രംഗത്ത് ഉയർന്ന പദവിയാണ്. പക്ഷേ അദ്ദേഹമാണ് ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റാ സെൻറ്റർ, അനാലിറ്റിക്കൽ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് എഫേർട്ട് എടുത്തു. അതിനെ വളരെ ഒരു ആഗോള തലത്തിലുള്ള സ്ഥാപനമാക്കി ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്താണ് അദ്ദേഹത്തെ പിടിച്ചിട്ട് ജയിലിടുന്നത്. ആ സ്ഥാപനം പിന്നീട് സംഭവിക്കുന്നത്, അദ്ദേഹം അവസാനം പറയുന്നുണ്ട്, എനിക്ക് 32 മാസത്തിന് ശേഷം അവരെ തിരിച്ചെന്നെ വിളിച്ചു, പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. എനിക്ക് എൻ്റെ പഴയ സഹകരണ പ്രവർത്തകർ വിട്ടുപോയി, എൻ്റെ ആദ്യം ഞാൻ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളൊക്കെ വിട്ടുപോയി, വിദ്യാർത്ഥികൾ വിട്ടുപോയി, ഇനി എങ്ങനെ ഞാൻ തിരിച്ചു, ഞാൻ ജോലി വേണ്ടാന്ന് വെച്ചു. ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഇന്ത്യയിലെ അക്കാദമിക് രംഗത്തിന് വളർന്നു വരുന്ന രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടം എത്രയാണ് എന്ന് ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ?
അല്ല, അത്ര നഷ്ടം കാൽക്കുലേറ്റ് സ്വഭാവം വലതുപക്ഷത്തിന് പൊതുവിലില്ല. ഇദ്ദേഹത്തിൻ്റെ കാര്യം നമ്മൾ ഈ ഡാറ്റ അനലിറ്റിക്സ് പ്രോഗ്രാം അദ്ദേഹം എടുത്തു പറയും. നമ്മൾ ആലോചിച്ചിട്ടുള്ള കാര്യം മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പുതിയ ബിസിനസ് അനലിറ്റിക്സുമായി ബന്ധപ്പെട്ട് ആ മോഡൽ അൽഗോരിതമിക് ആയും ഡാറ്റ മോഡൽ വളരെ പ്രസക്തമാണ്. കാര്യം ഇന്നത്തെ പുതിയ ബിസിനസ്സിന് അത് വളരെ അത് അങ്ങനത്തെ ഒരു പ്രോഗ്രാം, ഒരു അക്കാഡമിക് പ്രോഗ്രാം ആദ്യമായിട്ടാണ് ഇന്ത്യ ആരംഭിക്കുന്നത്. അപ്പോൾ അത്രമാത്രം അതിലേക്ക് അദ്ദേഹം വ്യക്തിപരമായിട്ട് തന്നെ സ്കോളർലി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഒരു സെൻട്രൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതൊന്നും വലതുപക്ഷ രാഷ്ട്രീയം നിങ്ങൾ ഇപ്പോൾ അത് പൊതുവിൽ നമ്മൾ ലോകം മുഴുവൻ നോക്കിക്കാണ്. വലതുപക്ഷ രാഷ്ട്രീയം ഒരു കാലത്ത് നമ്മൾ ഒരു രാജ്യത്തിൻ്റെ ഗമയായി കണ്ടിരുന്ന അത് നിലനിർത്തുന്ന ന്യൂനപക്ഷങ്ങളോട് എങ്ങനെ സമീപമെടുക്കുന്നു, അവിടുത്തെ പിന്നാക്ക വിഭാഗങ്ങളോട് എങ്ങനെ സമീപമെടുക്കുന്നു, അതുപോലെ തന്നെ മനുഷ്യാവകാശം, അതുപോലെ ഓരോ കാര്യങ്ങളിലും സാമൂഹ്യ നീതി, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഒരു ഔന്നത്യങ്ങൾ, അതിൽ അത് അറ്റ്ലീസ്റ്റ് പേരിനെങ്കിലും അതിൽ മുൻപന്തിയിലെത്താനുള്ള പ്രകടമായ സ്വഭാവം കാണിക്കുകയായിരുന്നു നമ്മുടെ ജനാധിപത്യ രാഷ്ട്രങ്ങൾ. ഇന്ന് ലോകത്തെ ഒരു വലതുപക്ഷ സ്വഭാവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അവരെ ഒരു തെല്ലും ബാധിക്കുന്നില്ല. അത് നമ്മൾ നോക്കുക, ഒരു നെത്തന്യാഹുവിൻ്റെ, സത്യത്തിൽ ട്രംപിനേക്കാൾ നെത്തന്യാഹുവിൻ്റെ മോഡലാണ്. കാര്യം നിർബാധം കൂട്ടക്കുരി നടത്തിയാലും ഒന്നും സംഭവിക്കാതെ എന്ത് ചെയ്താലും തനിക്ക് ഒരു ഇമ്മ്യൂണിറ്റി, ആ നിലയ്ക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഇന്നത്തെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് പൊതുവിലുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന തരത്തിലായിരിക്കില്ല ഒരുപക്ഷെ നമുക്ക് തോന്നുന്ന അനുഭവം ഒരുപക്ഷെ ഒരു സമൂഹത്തിൽ ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടോ എന്നുള്ളത് അങ്ങനെ കാലഘട്ടം പിന്നിട്ട് വന്നതിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടണം. കാര്യം ഈ പുസ്തകത്തിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന പലപ്പോഴുള്ള കാര്യം ഇദ്ദേഹത്തിൻ്റെ പിന്തുണ തുലം പരിമിതമാണ്. ഇദ്ദേഹത്തിന് നമുക്കറിയാം, അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വലിയൊരു കമ്മ്യൂണിറ്റി പിന്തുണയ്ക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം വ്യവഹരിച്ച സ്ഥാപനങ്ങൾ, അദ്ദേഹം അങ്ങനെയുള്ള. പക്ഷേ മറ്റു രീതി നോക്കുകയാണെങ്കിൽ മാധ്യമങ്ങളുടെ ഒന്നും വലിയ പിന്തുണ ഒരു കാട്ടുന്നുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി സൗകര്യം ഒരുക്കി കൊടുത്ത വിധത്തിലാണ് ഇവിടുത്തെ വാർത്തകളെല്ലാം ചമയ്ക്കപ്പെട്ടത്. ഇതിൻ്റെ വലിയ വേദന എൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് ഇദ്ദേഹം സ്വന്തം കാര്യം മാത്രമല്ല പറയുക, അതാണ് എൻ്റെ അകത്ത് പ്രത്യേകം. ആ ജയിൽ ജീവിതത്തിനകത്തുള്ള അനവധിയായിട്ടുള്ള സാമൂഹ്യ സംഘർഷങ്ങൾ, അസമത്വങ്ങൾ, ജയിൽ എങ്ങനെയാണ് അതിൻ്റെ അകത്തൊരു നരക ജീവിതമായി മാറുന്നത്, എങ്ങനെയാണ് അതിൻ്റെ അകത്ത് പോലീസിൻ്റെ ഒരു സമീപനത്തിലുണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു തരത്തിലുള്ള വംശീയമായിട്ടുള്ള സ്വഭാവം, പോലീസിൻ്റെ വംശീയമായ സ്വഭാവം, അതിൽ തന്നെ ഈ വളരെ കീഴാളരായിട്ടുള്ള പോലീസുകാർക്ക് തന്നെ ഒരുപക്ഷെ അനുഭവം പ്രകടിപ്പിക്കാൻ പറ്റാത്തതിൽ അവർക്ക് തന്നെ ഈ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പെരുമാറേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ എനിക്ക് അദ്ദേഹം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ നമുക്കൊരു പക്ഷേ ഇങ്ങനൊരു അവസ്ഥ എന്നുള്ള അടിയന്തരാവസ്ഥയിൽ ഒരു പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ജയിലവസ്ഥകൾക്ക് നമ്മൾ നാളെ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അതിനേക്കാൾ ഭീകരമായ ലോകം നമുക്കിന്ന് കാണാം. നമ്മൾ തീർച്ചയായിട്ടും ഇത് പറയുമ്പോൾ ഉമർ ഖാലിദിനെയൊക്കെ നമ്മൾ ഓർക്കും. ഉമർ ഖാലിദ് അദ്ദേഹം റെഫർ ചെയ്യുന്നുണ്ട്. ഉമർ ഖാലിദിനെ ഓർക്കും. കാരണം അവർ ഇന്ന് ജാമ്യമില്ലാതെ, ഈ അടുത്ത ജാമ്യത്തിന് കിട്ടിയെങ്കിലും അദ്ദേഹം ഒരു ജാമ്യം അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്ത് അനുവദിച്ചിരുന്നെങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം പിന്നീട് ഡൽഹി ഹൈക്കോടതിയുടെ വിധി എന്ന് പറയുന്നത് ഒരു ജയിലിൽ തന്നെ കഴിയേണ്ടവരാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു തരത്തിലും കേൾക്കപ്പെടാതെ പോവുക, സ്റ്റേറ്റ് എന്ത് പറയുന്നു ആ സ്റ്റേറ്റ് ചാർജ് ചെയ്യുന്നതൊക്കെ തന്നെ അക്ഷരം പ്രതി അംഗീകരിക്കപ്പെടുകയും 80% മറ്റ് മറുഭാഗത്തില്ലാത്തൊരു സ്ഥിതി ഉണ്ടാവും എന്ന് പറയുന്നത് വല്ലാത്ത രീതിയിൽ നമ്മളെ ഒരുപക്ഷെ മനുഷ്യാവകാശ ബോധമുള്ള മാത്രമല്ല ഏതൊരാളും വ്യത്യസ്തവും വിമതവുമായ അഭിപ്രായം, അതായത് നമ്മൾ രേഖപ്പെടുത്തിയാൽ ഇങ്ങനെ അല്ലെങ്കിൽ പെടുത്തപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതൊരു ഭീകരാന്തരീക്ഷം നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ഇത് അതെ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഒരു രാജ്യത്തിൻ്റെ ഭാവിയെ തകർക്കാൻ കഴിയുന്നൊരു തോന്നലാണ് ഇത് ഉണ്ടാക്കുന്നത്. അനന്ത് മാത്രമല്ല, ഉമർ ഖാലിദ് വരെയുള്ള നിരവധി കേസുകൾ, ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾ, ഈ ആളുകളൊക്കെ നമ്മൾ ജയിലിലേക്ക് പിടിച്ചിരുന്ന സമയത്ത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് ചില ലെസൺസ് എടുക്കേണ്ടതില്ലേ? ഉദാഹരണത്തിന് 1930s ഇതേ തരത്തിലൊരു അനുഭവം യൂറോപ്പിൽ ജർമ്മനിയിലുണ്ടായിരുന്നു. ജർമ്മനിയിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ആ നാട്ടിൽ നിൽക്കാൻ കഴിയാതെ, ഐൻസ്റ്റീൻ അടക്കമുള്ള ആളുകൾ, ഓപ്പൺഹീമർ അടക്കമുള്ള ആളുകൾ, അവർക്ക് നാട് വിട്ടു പോകണം. ഇത് ചരിത്രത്തിൽ നിന്നുള്ള ഈ പാഠങ്ങൾ നമ്മുടെ ഭരണാധികാരി ഏതെങ്കിലും കാലത്ത് സ്വീകരിക്കുമോ, അല്ല പാഠങ്ങൾ അവർ ഉൾക്കൊള്ളുമോ എന്നുള്ളൊരു പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ ഇതിൻ്റെ ആദ്യപാദമായിട്ട് ചില സാദൃശ്യങ്ങളുണ്ടെങ്കിലും അന്നത്തെ ലോകത്തിൽ ഒരു വൈരുദ്ധ്യം നിലനിന്നിരുന്നു. പുരോഗമന രാഷ്ട്രീയത്തിൻ്റെയും ഈ അപകോളനീകരണത്തിൻ്റെയും സ്വാതന്ത്ര്യ സമര ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടം കൂടിയായിരുന്നു അത്. ഇന്ന് നമ്മൾ അങ്ങനെ വിമോചന പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മുമ്പിലുണ്ട്. കാര്യം വലതുപക്ഷ രാഷ്ട്രീയത്തിന് എല്ലാ മേഖലകളിലും സർവ്വമേഖലയിലും ഇന്ന് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. പ്രതീക്ഷകൾക്ക് നമ്മൾ ഇല്ലാതാവുന്നില്ല. പ്രതീക്ഷകൾക്ക് സാധ്യതകൾ ഒരുപക്ഷെ പ്രത്യാശകളുടെ സാധ്യത തുറന്നു വരുന്നുണ്ടാവാം, പല സ്ഥലത്തും അത് ഉയരുന്നുണ്ട്. പക്ഷേ ആ കാലഘട്ടമായി താരതമ്യം ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് പറയുന്നത്. കാര്യം അന്ന് ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ പ്രസ്ഥാനം ഒരു ഭാഗത്തുണ്ട്. കാര്യം ഗാന്ധിയെ പോലെ ഒരാൾ ഉണ്ട്, നെഹ്റുവിനെ പോലെ ഒരാളുണ്ട്, അപ്പുറത്ത് എന്താ പറയുക, ഇതൊക്കെ തന്നെയാണെങ്കിലും ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രമുഖരാ സമയത്ത് വിവരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സോവിയറ്റ് യൂണിയൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൈന വിമോചനത്തിൻ്റെ പാതയിലാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത്. നമ്മൾ മുമ്പിൽ യാഥാർത്ഥ്യത്തിൻ്റെ കാര്യമായ രീതിയിൽ വളരെ എല്ലാ സ്റ്റേറ്റും ഒരു തരം ഒരു ആധിപത്യ സ്വഭാവമുള്ള സ്റ്റേറ്റുകളായിട്ടാണ് ഇന്ന്. ഇപ്പോൾ വിമോചനാത്മകമായിട്ടുള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്ന സ്റ്റേറ്റുകൾ തുലവും വളരെ കുറവാണ്. ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടാവാം, പക്ഷേ എല്ലാ സ്റ്റേറ്റുകളും എല്ലാ ഭരണാധികാരികളും ഈ ഒരു തരം ഈ സ്വേച്ഛാപ്രമത്തത പ്രകടിപ്പിക്കുന്നതിൽ ആനന്ദം കൊള്ളുന്നവരും, അല്ലെങ്കിൽ അതിലാണ്
തങ്ങളുടെ അധികാരം പ്രകടമാകുമെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ജനാധിപത്യത്തോട് ഒരു അനുഭവം വരുന്ന ആൾക്കാരുടെ വളരെ എണ്ണം കുറഞ്ഞു വരും രാഷ്ട്രീയ നേതൃത്വം, അത് യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഈ പുസ്തകം നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് അനുഭവം, വ്യക്തിപരമായ അനുഭവം അദ്ദേഹത്തിന് പറയുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും എന്നെ നമുക്ക് വായിക്കുമ്പോൾ ഒരുപാട് ഈ വായിക്കുന്ന നമുക്ക് എന്തൊരു ഫെൽറ്റ് റീഡിങ്ങുള്ള ഒരു പുസ്തകമാണ് ഇത്. നമുക്ക് വല്ലാതെ വേദനിക്കും ഇത്. നമുക്ക് ഒരു പക്ഷേ ഒരു മറ്റു ആഖ്യാനം പോലെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പുസ്തകം. നമ്മൾ ഓരോ ഭാഗങ്ങളും നമ്മളെ സ്പർശിക്കുകയും നമ്മൾ ആ പുസ്തകം അവിടെ തടയുകയും നമുക്കത് വീണ്ടും നമ്മുടെ മനസ്സിന് വല്ലാതെ വേദന ഉണ്ടാക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മിലിന്ദ് തെൽത്തുംബ്ടെ ചെയ്യപ്പെട്ടൊരു സന്ദർഭം, ഏറ്റുമുട്ടൽ കൊലപാതകത്തിൽ കൊല ചെയ്യപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. അദ്ദേഹം അനിയനായിട്ടുള്ള ബന്ധം അവിടെയും ഒരു വളരെ വ്യക്തമായ കാര്യമുണ്ട്. ആ ഏറ്റുമുട്ടൽ കൊലപാതകത്തെക്കുറിച്ചൊരു യാഥാർത്ഥ്യം കൂടി അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ട്രേഡ് യൂണിയൻ പ്രവർത്തനം, മിലിന്ദ് തെൽത്തുംബ്ടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനമാണ്. ട്രേഡ് യൂണിയൻ രാഷ്ട്രീയം വഴി അവിടുത്തെ നിരാലംബരായ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. അതിനെതിരെയുള്ള വലിയ കനത്ത എതിർപ്പ് ആ കാലത്തുള്ള അവിടുത്തെ ഈ മൈൻ മുതലാളിമാർക്കുണ്ട്, അവിടുത്തെ മറ്റു തരത്തിലുള്ള സമ്പന്നർക്കുണ്ട്. അതിൻ്റെ ഒരു സ്വാഭാവികമായ തരത്തിലാണ് ഈ ഏറ്റുമുട്ടൽ കൊലപാതകം നയിക്കുന്ന സൂചന ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമാണ്. അപ്പോൾ നമ്മളിത് ഈ നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു ചിത്രം കൂടി ഈ പുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ജയിലിനകത്തുള്ള ജീവിതം മാത്രമല്ല, ജയിലിനകത്തു നിന്നുള്ള ജീവിതത്തിലൂടെയും നമ്മുടെ എത്ര ഇരുണ്ടതാണ് നമ്മുടെ കാലഘട്ടം, മനുഷ്യാവകാശത്തിൻ്റെയും പൗരാവകാശത്തിൻ്റെയും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളെയും അഭിലാഷങ്ങളെയും ഒക്കെ തന്നെ എങ്ങനെയാണ് നിഹനിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം അനാവരണം. അതേപോലെ തന്നെ ഇന്ത്യൻ ജുഡീഷ്യറിയസ്, അതിൻ്റെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഏറ്റവും കടുത്ത യഥാർത്ഥത്തിൽ ഒരു ജഡ്ജ്മെൻ്റാണ് ഈ പുസ്തകം തരുന്നത്. അദ്ദേഹം അങ്ങനെ ജുഡീഷ്യറിയെ കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിലും ഈ പുസ്തകം നമുക്ക് തരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ടോട്ടലി തകർക്കപ്പെട്ട, ഒരു തരത്തിലും ഒരു നീതി പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു സംവിധാനമായിട്ട് ഇന്ത്യൻ ജുഡീഷ്യറി മാറുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിപ്പിക്കുന്നു. ഈ സ്റ്റാൻ സ്വാമിയുടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി അദ്ദേഹം ഈ പാർക്കിൻസൺസ് ഡിസീസ് കാരണം ഒരു നിവൃത്തിയില്ലാതെ ഒരു വെള്ളം കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പിന്നെ ഈ സ്ട്രോ ചോദിച്ച് അത് കിട്ടാതെ പോയ ഒരു വിഷയം. മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത് താൻ ജയിലിൽ കൺമുമ്പിൽ വെച്ചിട്ട് പ്രൊഫസർ വരവർ റാവു, അദ്ദേഹത്തിന് തീരെ വയ്യാതെ വളരെ വല്ലാത്ത അസുഖം ബാധിച്ചിട്ട് ജയിലിൽ നിന്ന് കോവിഡിൻ്റെ സമയത്താണത്. അതെ, പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല, ജാമ്യമില്ല, മൂത്രത്തിൽ കുളിച്ച് കിടക്കുന്ന പ്രൊഫസർ വരവർ റാവുവിൻ്റെ ചിത്രം അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. എന്ത് തരത്തിലുള്ള ഒരു ജുഡീഷ്യൽ സിസ്റ്റമാണിത് എന്ന് ഒരു ചോദ്യം അത് ഉയർത്തുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഇതിനകത്ത് കുറേ ഭാഗങ്ങൾ കോവിഡ് കാലഘട്ടത്തിലാണ്. കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ സാമൂഹ്യ അകലം പാലിക്കാനും ചെണ്ട കൊട്ടാനും പാട്ടുപാടാനൊക്കെ നമുക്കറിയാലോ എന്തൊക്കെ അങ്ങനെയുള്ള പല നാടകീയ കാര്യങ്ങളും അതുപോലെ തന്നെ സ്റ്റേറ്റിന് ആവശ്യപ്പെടാനും നമ്മൾ പലതരത്തിലുള്ള ജനതാ കർഫ്യൂ പോലെ എല്ലാം വരും. പക്ഷേ ജയിലിനകത്ത് സാമൂഹ്യ ജീവിതം എന്തായിരുന്നു? ഈ കോവിഡിൽ വല്ലാതെ നിരാശ, കോവിഡിൽ രോഗം ബാധിതരായിട്ട് ആൾക്കാർ, അതിനോടൊക്കെ തന്നെ ഒരു നിസ്സംഗത ആ സമയത്ത് നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ ഭയപ്പെടുത്തുന്നുണ്ട് തീർച്ചയായും ഈ പുസ്തകത്തിൽ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ പുസ്തകം സമീപിക്കുന്നതിലൊരു വെറും ഓർമ്മക്കുറിപ്പ്, ജയിലിനകത്തുള്ള ജയിൽ അനുഭവങ്ങൾ വെച്ചിരിക്കുക. അതിനകത്ത് ഇതാണ് എങ്ങനെയാണ് ഒരു വ്യവസ്ഥ എങ്ങനെ മാത്രം അത് ജയിലിനകത്തേക്ക് ജയിലിനുള്ളിലേക്കും ജയിലിന് പുറത്തേക്കും പരക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ എങ്ങനെ സമഗ്രാധിപരമായി മാറുന്നു, സമഗ്രാധിപരമായ രാഷ്ട്രീയ വ്യവസ്ഥയും മാറുന്നതിനെക്കുറിച്ചുള്ള സൈദ്ധാന്തികമായ ഉൾക്കാഴ്ചകളും ഈ പുസ്തകം പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ജയിലനുഭവം മാത്രമല്ല, അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചുള്ള വളരെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളും വിശകലനങ്ങളും ഈ പുസ്തകത്തിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടുകൂടി പ്രസക്തമാണ്. ഇതൊരു ജയിലനുഭവം മാത്രം വിവരിക്കലല്ല, എങ്ങനെയാണ് ഈ വ്യവസ്ഥ രൂപപ്പെടുന്നത്, ഈ വ്യവസ്ഥ എങ്ങനെയാണ് ഈ ഒരു ഇരുണ്ട കാലമായി മാറുന്നത്, എങ്ങനെയാണ് മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നത്, എങ്ങനെയാണ് അതിന് സാധൂകരണം കിട്ടുന്നത്, നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി വ്യവസ്ഥകൾ ഇതിലൊക്കെ തന്നെ നിസ്സംഗത പാലിക്കുകയും മനുഷ്യാവകാശ ധ്വംസനത്തിൻ്റെ ഭാഗമായി മാറുന്നതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് അത്രയും കൃത്യതയോടെ അദ്ദേഹം വിവരിക്കുന്നതാണ് ഈ പുസ്തകത്തെ ഒരു പ്രധാനപ്പെട്ട പുസ്തകം. അല്ല, അദ്ദേഹം വർണ്ണിക്കുന്ന ഒരു രസകരമായിട്ട് അദ്ദേഹം പരസ്യമായിട്ടൊന്നും പറയില്ല. അദ്ദേഹം ചൂണ്ടിക്കാൻ അതിനകത്ത് ഡോൺ എന്ന് പറയുന്ന ആളുകൾ, വലിയ കാഴ്ച PML പണി ലോട്ടറിനൊക്കെ വരുന്ന ആളുകൾ, അവരവിടെ രാജാക്കന്മാരായിട്ട് വിലസുകയാണ്. എന്നുവെച്ചാൽ ജയിലിലേക്ക് വരുന്നു, അവരപ്പോൾ തന്നെ പിന്നെ കോടതിയിൽ നിന്ന് ആശുപത്രിയിലേക്കുള്ള പോകാൻ പെർമിഷൻ എടുക്കുന്നു. ആശുപത്രിയിൽ പോയി കഴിഞ്ഞല്ല ഒരു ലോണിൽ മാസങ്ങളോളം ലോണിലിരുന്ന് ഹോട്ടലിൽ ലോണിലിരുന്ന് ജയിൽ പുള്ളി പിന്നെ പരിപാടികൾ നടത്തുന്നതും ഡാൻസ് നടത്തുന്നതും ഉദ്യോഗസ്ഥന്മാർ വന്ന് പോയിട്ട് തൊഴുത് കഴിച്ചിട്ട് കാശ് വാങ്ങി പോകുന്നതൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ദൃക്സാക്ഷിയാണ്. അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറയുന്നത് പണമുള്ളവന്, ശക്തിയുള്ളവന് എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം എന്ന് സ്വന്തം അനുഭവത്തിലൂടെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്.
അതെ, അതിൻ്റെ അകത്ത് ഈ ജയിലിൻ്റെ ജീവിതത്തിനകത്തുള്ള കുറേ തമാശകളും ഇതുപോലുള്ള ചില അനുഭവങ്ങളും ഒരു വരണ്ട മാത്രമല്ല, ജയിൽ ജീവിതത്തിൻ്റെ അകത്തുള്ള ഈ നിരാശാഭരിതമായോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല ഭക്ഷണം കിട്ടുന്നത് അതുപോലെ സഹായിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിൻ്റെ ജയിൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള ഒരു കാണാം, ജയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടും, അപ്പോൾ നല്ല ഭക്ഷണം കിട്ടുന്നതിനെക്കുറിച്ചും അത് ഡോണിന് ലഭ്യമാകുന്നതിനെക്കുറിച്ചും അതിൽ തന്നെ ഒരു കുറ്റബോധം അദ്ദേഹത്തിന് തോന്നുന്നതിനെക്കുറിച്ചിട്ടും ഒക്കെ തന്നെ അതിൻ്റെ അകത്ത് വിവരിക്കുന്നുണ്ട്. അതിലെല്ലാം നമ്മൾ കാണുന്ന ഈ ജയിൽ എന്നൊരു യാഥാർത്ഥ്യം, ഒരു വലിയ ഒരു സാമൂഹിക യാഥാർത്ഥ്യമായിട്ട് ഇന്ത്യൻ യാഥാർത്ഥ്യം മാറുന്നൊരു ചിത്രീകരണമുണ്ട്. കാര്യം ആരെയും ആകുലപ്പെടുത്തേണ്ടും ആരെയും ആശങ്കപ്പെടുത്തേണ്ട യാഥാർത്ഥ്യമാണ്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇതിൻ്റെ അകത്ത് ഒരു ആനന്ദ് തെൽത്തുംബടെയോടെയോ അല്ലെങ്കിൽ എന്നല്ല, നാളെ ഒരു വിമതശബ്ദം ഉയർത്തുന്നവർ, അധികാരത്തെക്കുറിച്ച് അധികാരത്തോട് സംസാരിക്കുന്നവർ, അധികാരത്തിൽ നേർക്ക് വിരൽ ചൂണ്ടുന്നവരൊക്കെ തന്നെ ഒരുപക്ഷെ ഇതേ ഭീതി നിലനിൽക്കുന്നുണ്ട്. അതിന് നമ്മൾ സംസ്ഥാനങ്ങളുടെയും പ്രദേശങ്ങളുടെയും വ്യത്യാസങ്ങൾ കാണേണ്ട ആവശ്യമില്ല. കാര്യം ഒരു സമഗ്രാധികാരപര സ്വഭാവത്തിലേക്ക് മെല്ലെ എങ്ങനെയാണ് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്കാരവും നമ്മുടെ സമൂഹം നടന്നെടുക്കുന്നതിനെക്കുറിച്ചുള്ളൊരു ചിത്രം ഇതിനകത്ത് സൂക്ഷ്മമായി നമുക്ക് കാണാൻ സാധിക്കും. അത് തീർച്ചയായും അതിൻ്റെ അകത്ത് ഞാൻ തീർത്തും എന്താ പറയുക, പ്രതീക്ഷ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ അകത്ത് നമുക്ക് ഒരുപക്ഷെ അതിൻ്റെ അകത്ത് അവസാനം കോടതിയിൽ ജാമ്യം കൊടുക്കുന്നുണ്ട്. അതിന് കോടതിയിലകത്ത് തന്നെ അദ്ദേഹത്തിന് മേൽക്കൊണ്ട് ചന്ദ്രചൂഡിനെക്കുറിച്ചും ശശിചന്ദ്രനെക്കുറിച്ചും പരാമർശം അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ പ്രത്യാശയുടെ സാധ്യതകളൊക്കെ ഉണ്ടായിരിക്കാം. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ ബോംബെ ഹൈക്കോടതി അവസാനം അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ജഡ്ജിമാരും അത്തരം ന്യായാധിപന്മാരും ഒക്കെ തന്നെ നമുക്ക് പ്രത്യാശയുടെ ചില സാധ്യതകൾ തുറന്നു തരുന്നുണ്ടാകും. സമൂഹത്തിൽ ചില സോൾഡാരിറ്റീസ് അദ്ദേഹത്തിനോട് ഒരുപാട് ഐക്യപ്പെടുന്നുണ്ടല്ലോ. ഐക്യപ്പെടുന്നൊക്കെ നമുക്ക് ഇപ്പോഴും നമ്മുടെ ജീവിതം അത്ര നിരാശാഭരിതമല്ലെന്നും അത്ര ഐക്യം സാധ്യമാണെന്ന് കാണിച്ചു തരണം. എങ്കിലും ഒരു ഭൂരിപക്ഷാത്മകത ഈ സമൂഹം ഈ രീതിയിൽ രൂപപ്പെടുത്തി എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തേണ്ടതാണ്. അല്ല, ജയിൽ പുള്ളികളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷൻ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. അത് ഏറ്റവും സാധാരണക്കാരായിരുന്നു, നമ്മൾ വളരെ ഭീകരന്മാരായിട്ട് മഹാമോശക്കാരായിട്ട് ക്രിമിനലുകളായിട്ട്, അദ്ദേഹം പറയുന്നത് വളരെ നല്ല മനുഷ്യരാണ്, വളരെ നീതിബോധമുള്ള ആളുകളാണ്, മര്യാദകേട് ഞാൻ അവരിൽ നിന്ന് ഒട്ടും അനുഭവിച്ചിട്ടില്ല, നേരെ മറിച്ച് എനിക്ക് അവരെ പറ്റി നല്ല ഓർമ്മകളാണ് ഇത് അദ്ദേഹം പറയുന്നുണ്ട്. അതൊരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ പ്രതികൾ എന്ന പേരിൽ നമ്മൾ ജയിലിൽ കൊടുക്കുന്ന ആളുകൾ പലപ്പോഴും നമ്മളെക്കാൾ എത്രയോ മാന്യമായ ജീവിതം നയിക്കുന്ന കുറച്ചുകൂടി ഉന്നതമായ മൂല്യങ്ങളുള്ള ആളുകളാണെന്നൊരു സൂചന കൂടി ഇതിനകത്ത്. തീർച്ചയായും വേദനാജനകമായ അനുഭവങ്ങളുണ്ട്. അമ്മ പോലും അമ്മയോട് വരാമെന്ന് പറഞ്ഞിട്ട് ജയിലിലേക്ക് അയപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറയുന്നത്, മരിച്ചു, പിന്നെ ആത്മഹത്യ ചെയ്യുന്നു. ആ വേദന നമ്മളോട് വേദനയായി മാറണം. അപ്പോൾ നമ്മൾ തന്നെ ചോദിക്കും, എന്ത് അനുഭവമാണ് ഈ? അപ്പോൾ നമ്മൾ മനുഷ്യരെ കുറിച്ച് നമുക്ക് ചില മൂല്യസങ്കല്പങ്ങളുണ്ട്. എല്ലാ മനുഷ്യരും അത്യന്തം ഒരു നന്മ ഉള്ളിലുണ്ടാകും. പക്ഷേ ഈ സിസ്റ്റം അതിൻ്റെ അകത്തുള്ള മനുഷ്യരെ ഇത്രമാത്രം ക്രൂരമാക്കുന്നുണ്ടോ? ഈ ഒരു അനുഭവത്തെ ഇങ്ങനെ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ വരുമ്പോൾ അയാളുടെ ഒരു ആത്മാനുഭവം പ്രകടിപ്പിക്കാൻ, എന്താ പറയുക, ഒരു തരത്തിലൊരു സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ഒരു അനുഭവം പ്രകടിപ്പിക്കാൻ മനുഷ്യനെ മാറ്റുന്നുണ്ട് സിസ്റ്റം. അപ്പം നമ്മൾ തന്നെ സ്വയം ആലോചിക്കും എങ്ങനെയാണ്. കാര്യം നമ്മളെക്കുറിച്ച് നമുക്ക് ചോദിക്കും. കാര്യം ഈ സിസ്റ്റം ഒരു മനുഷ്യൻ, നമ്മളെല്ലാവരും ഒരു നന്മയുടെ അംശം പ്രതീക്ഷിക്കുന്നു മനുഷ്യരിലൊക്കെ തന്നെ, ഏതൊക്കെ എന്തെങ്കിലും. പക്ഷേ ഈ സിസ്റ്റത്തിനകത്ത് പെടുമ്പോൾ മനുഷ്യൻ ഇതൊക്കെ അല്ലാതെ മാറുന്നുണ്ടോ? കാര്യം ഒരു ചെറുപ്പക്കാരനോട് നമുക്കൊരു അനുഭവം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലാതെ മാറുന്നുണ്ടോ? കോടതിയിലിരിക്കുന്ന ആൾക്ക് ഇത് കേൾക്കുമ്പോൾ നീട്ടിവെക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ഇത് ഒരു വലിയൊരു ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചിട്ട്, ഒരു ഇരുണ്ട യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാണ് ഈ താരതമ്യം ചെയ്യുന്നത്. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ അതിനകത്തുണ്ട്. വളരെ പിന്നെ ഈ പറഞ്ഞ പയ്യൻ, അവൻ്റെ പേര് ഇതിനകത്ത് എവിടെയും ഉണ്ട്. ആൻഡ് ബോല ഹാങ്ഡ് ഹിംസെൽഫ്. ബോല അവസാനം തൂങ്ങി മരിച്ചു. ബോല വളരെ പയ്യനായിട്ടുള്ള ഒരാളാണ്. അവനാണ് അമ്മ മാത്രമേ ഉള്ളൂ. ജയിലിൽ വന്നു, എല്ലാവർക്കും സഹായം ചെയ്യുന്ന കുട്ടി. അവസാനം എന്തുകൊണ്ടോ അവൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന് ഈ കുട്ടിയെക്കുറിച്ച് ഒരു കവിത അദ്ദേഹം എഴുതുന്നുണ്ട്. ആ നിലയിലുള്ള വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ. പക്ഷേ കുറേ കൂടി ഗൗരവമുള്ള രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. കാരണം ജയിലിൽ തന്നെ വന്നു കണ്ട ഒരു അംബേദ്കറൈറ്റ്, ഒരു കർഷക നേതാവ്, അദ്ദേഹം വലിയ ബഹുമാനത്തോടു കൂടിയൊക്കെ കാര്യങ്ങളൊക്കെ ഇടപെടുന്നു. നിങ്ങൾക്ക് എന്ത് സഹായം ഞാൻ ചെയ്യാമെന്നൊക്കെ അവസാനം അദ്ദേഹം ചെയ്യുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഡോക്ടർ ഭീംറാവു അംബേദ്കർ വെറും അംബേദ്കർ എന്ന് വിളിക്കുന്നത്? അപ്പം ഇദ്ദേഹം പറയുന്നത്, നിങ്ങളത് വായിച്ചോ? ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ പറയുന്നത് കേട്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പുറത്തുള്ള പ്രചരിപ്പിക്കപ്പെടുന്ന പലതരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്പിംഗ്, അതിനെക്കുറിച്ചുള്ള ചില യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ അംബേദ്കർ മൂവ്മെൻറ്റിൻ്റെ ഇന്നത്തെ രീതിയെക്കുറിച്ചുള്ള അതിശക്തമായിട്ട് വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ അംബേദ്കറായിട്ട് അദ്ദേഹത്തെ കാണാവുന്ന ആ ഒരു സന്ദർഭത്തിനകത്ത് അംബേദ്കർ മൂവ്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ അകത്ത് ഇതുപോലെ അംബേദ്കറിനെ വെറും വെനറേറ്റ് ചെയ്യുന്ന രീതിയിൽ,
അംബേദ്കറിനെ ഐഡലൈസ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ അംബേദ്കറിൻ്റെ പ്രാക്ടീസ് ഇപ്പോൾ അനന്തലത്തുണ്ടെയൊക്കെ അത് ഐക്കണോ ക്ലാസ്സിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് ഓഫ് കാസ്റ്റ് എന്ന പുസ്തകം അവതരിപ്പിക്കുന്ന കാര്യമാണ് അംബേദ്കർ എന്നിങ്ങനെ ഒരു അംബേദ്കർ പ്രാക്ടീസിലേക്ക് ഡെവലപ്പ് ചെയ്യും. പക്ഷേ മറിച്ച് അംബേദ്കർ പോലെ പല ആൾക്കാരും ഒരു ഐഡലാക്കി വെച്ചുകൊണ്ട് അംബേദ്കറിനെ ഒരു 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 പൂജിക്കേണ്ട വിഗ്രഹമായി വെച്ചുകൊണ്ട് അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയം വികസിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ എങ്ങനെയാണ് എക്സ്ക്ലൂഷണറി പൊളിറ്റിക്സിലേക്ക് മാറുന്നതിനെക്കുറിച്ചുള്ള വിമർശനം ആനന്ദത്തിൻ്റെ പല ഘട്ടങ്ങളും മുന്നിൽ വെച്ചിട്ടുണ്ട്. കാര്യം പ്രാക്ടീസ് ഇല്ലാത്ത അംബേദ്കർ മൂവ്മെൻറ്റ്. അപ്പോൾ ഒരു സ്റ്റാച്യു മാത്രമായിട്ട് അംബേദ്കറെ കാണുന്നത്. അത് നമുക്ക് ഈ അംബേദ്കർ മൂവ്മെൻറ്റ് മഹാരാഷ്ട്രയിലെ അംബേദ്കർ മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള രൂക്ഷ വിമർശനം അദ്ദേഹം കൃത്യവും വളരെ വ്യക്തമായ വിമർശനം അദ്ദേഹം ഈ ഘട്ടത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു വളരെ സട്ടിലായിട്ട് പ്രകാശ് അംബേദ്കറെ കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ആദ്യം ഒരു വന്നെങ്കിലും പിന്നീട് ഒന്നും മിണ്ടാതെ പോയി എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതെ, കാര്യം പ്രധാനപ്പെട്ട കാര്യം പ്രകാശ് അംബേദ്കർ എന്നാൽ അംബേദ്കറിന്റെ മകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ഭാര്യയുടെ സഹോദരനാണ്. ഇദ്ദേഹത്തിൻ്റെ സംബന്ധിച്ച് കൂടെ നിൽക്കുകയും അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടാക്കുന്നതിൽ കൂടി ഇദ്ദേഹം ഒരു സംശയം ഒരു ആംബിഗ്വിറ്റിയിലാണ് നിർത്തുന്നത്. എന്തുകൊണ്ട് തുടർന്ന് നിലപാടെടുത്തില്ല? കാര്യം ഒരു നിലപാടെടുക്കേണ്ട ആളാണ്. കാര്യം പ്രകാശ് അംബേദ്കർ എന്തായാലും തീർച്ചയായിട്ടും പ്രകാശ് അംബേദ്കറിന് ഒരു വോയിസ് ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വോയിസ് എല്ലാം ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു നിലപാടൊക്കെ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ കാണുന്നത് അപ്പോൾ അംബേദ്കർ മൂവ്മെൻറ്റ് തന്നെ പലപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ പല അംബേദ്കർ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിലപാടെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്, നിലപാടെടുത്തിട്ടില്ല. കാര്യം പ്രധാനമായിട്ട് കീഴാള രാഷ്ട്രീയ ബന്ധപ്പെട്ടുണ്ടായ ഒരു ഗൗരവമായ വിഷയത്തിൽ പ്രത്യേകിച്ച് അതിന് വംശീയമായ രീതിയിൽ തന്നെ നേരിടാൻ തയ്യാറായതിൻ്റെ ഭാഗമായിട്ടാണ് പല ആൾക്കാരും ഇതിനകത്ത് ജയിലിലാവുന്നത്, കൃത്രിമമായിട്ട് ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനോടൊക്കെ നിലപാടെടുക്കാൻ ഒരിടത്ത് രാഷ്ട്രീയ നിലപാടെടുക്കേണ്ട പല രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പലപ്പോഴും മൗനം പാലിക്കുന്ന കാര്യം നമ്മൾ കണ്ടില്ല. അതിൽ അംബേദ്കർ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്ന പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമുക്കറിയുന്നിടത്തോളം അവർ നിലപാടുകൾ സ്വീകരിക്കുകയോ അതിൽ ഒരു വ്യക്തമായ അഭിപ്രായം പറയുകയോ ചെയ്തിട്ടില്ല. അതൊക്കെ ഒരു ഗൗരവമായ വളരെ ഗൗരവമുള്ളൊരു രാഷ്ട്രീയ വിമർശനമാണ്. യഥാർത്ഥത്തിൽ ഈ കീഴാള സമൂഹങ്ങളിലുള്ള ആളുകൾ അതിഭീകരമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് പൂർണ്ണമായിട്ടും കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് ഒരു എന്താ പറയുക പ്രതിമയിൽ ഉണ്ടായ സംഭവങ്ങളോ അങ്ങനെയുള്ള ചെറിയ എന്താ പറയുക വിഷയങ്ങളിലോ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് പലപ്പോഴും ഈ കീഴാള പ്രസ്ഥാനത്തിലുണ്ട് എന്നുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ അകത്ത് ഒരു ഇപ്പോൾ കീഴാള രാഷ്ട്രീയത്തിൻ്റെ ചില പ്രായോഗികമായ ചില മുഖങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ മുന്നോട്ട് കൊണ്ടുവരുന്ന സ്ഥലത്ത് അതേസമയം അതിന് പകരം ഈ വിഗ്രഹപൂജയിലേക്ക് ഒതുങ്ങുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രധാന വിമർശനം ഈ ജയിലിനകത്തും ഈ നമ്മുടെ ഈ അസമത്വം വളരെ പ്രകടനം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. കീഴാള സമൂഹത്തിൻ്റെ ജീവിത അവസ്ഥ ജയിലിനകത്തും കാര്യം അതിൻ്റെ അകത്തും ഈ നമ്മൾ കാണുന്ന ജാതി വ്യവസ്ഥയും ചാതുർവർണ്ണയും ജയിലിനകത്തും പുനരുൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിഭീകരം. കാര്യം അവിടുത്തെ ഏറ്റവും മാനുവൽ ലേബറൊക്കെ ചെയ്ത് നിർബന്ധമാവുന്ന ആൾക്കാർ മുഴുവൻ കീഴാള സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഈ ഒരു അവസ്ഥയ്ക്കും അദ്ദേഹം നമ്മളെ നമുക്ക് കാഴ്ചകൾ തരുന്നുണ്ട്. അപ്പോൾ ഇതോടൊന്നും ഈ അനുഭവങ്ങളോടൊക്കെ തന്നെ ഒരു ഐക്യപ്പെട്ടുകൊണ്ട് അതിനൊരു രാഷ്ട്രീയം വികസിപ്പിക്കാൻ സാധിക്കാത്തതിനെക്കുറിച്ചുള്ള ഒരു കാര്യം ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തം അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ വീണ്ടും നമ്മൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കണം കൂടി പുസ്തകമാണത്. അതാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു പുസ്തകത്തെ മറ്റൊരുപാട് നമ്മൾ ജീവിച്ചിരുന്ന കാര്യം നമ്മൾ കൃത്യമായി 2014 ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായ വലിയൊരു മാറ്റമുണ്ട്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം വന്ന മാറ്റം, ആ മാറ്റത്തെക്കുറിച്ചിട്ടുള്ള രാഷ്ട്രീയമായ മാറ്റം അത് രാഷ്ട്രീയത്തിലും സമൂഹത്തിലും അതുപോലെ നമ്മുടെ സാമൂഹിക ജീവിതത്തിലും എല്ലാ തലങ്ങളിലും വന്ന മാറ്റം, വലതുപക്ഷവൽക്കരണം, ഹിന്ദുത്വവൽക്കരണത്തെ ബന്ധപ്പെട്ടു പല പുസ്തകങ്ങളും പഠനങ്ങളും എഴുതിയിട്ട് വളരെ കൃത്യമായ വിമർശനമുള്ള പല പുസ്തകങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം ഹൗ ടു കിൽ ഡെമോക്രസി എന്നൊക്കെ തുടങ്ങിയുള്ള പുസ്തകങ്ങൾ പലതുമുണ്ട്. ഈ ഒരു പുസ്തകം അതേ സമയം തന്നെ ജയിലിനകത്തുള്ള കാഴ്ച, കാര്യം ജയിലിനകത്താണ് പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഈ രീതിയിൽ തടവിലാക്കപ്പെട്ടത്. അപ്പോൾ അതിൽ നിന്നുകൊണ്ടാണ് ഈ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ഈ കഴിഞ്ഞ ഒരു 10-12 വർഷത്തെ ജീവിതത്തെക്കുറിച്ചുള്ള എന്താണ് ഈ കാലഘട്ടത്തിൽ നടന്നത്, ഏതൊക്കെ രീതിയിലാണ് ഒരു സമൂഹം വേറെ രീതിയിൽ ഡിസിപ്ലിൻ ചെയ്യപ്പെടുന്നത്, ഒരു പ്രത്യേക രീതിയിൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചുള്ളൊരു വലിയ അപ്പോൾ ഈ കാലഘട്ടം മനസ്സിലാക്കാനും കൂടി പ്രധാനപ്പെട്ട പുസ്തകം. ഒരു അക്കാദമിക് നിലയിലേക്ക് അദ്ദേഹം ജയിലിലൊരു അക്കാദമിക പഠനം നടത്തിയതിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ജയിലിലുള്ള ആളുകൾ ചെയ്യുന്ന തൊഴിലുകളെക്കുറിച്ച് അവർക്കെതിരെ വരുന്ന കേസുകളെക്കുറിച്ച് അത് ഒരു സർവേ നടത്തിയിട്ട് അദ്ദേഹം കണ്ടെത്തിയൊരു കാര്യം, ഈ പോക്സോ കേസുകളിലൊക്കെ ചെന്നപ്പെടുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളോ ദളിതരോ ആയിട്ടുള്ള ആളുകളാണ്. മാത്രമല്ല ഈ പോക്സോ കേസ് യഥാർത്ഥത്തിൽ പ്രതികളെ സംരക്ഷിക്കാനും സാധാരണക്കാരായി ഉള്ള മനുഷ്യരെ കുറ്റവാളികളാക്കാനുമാണ് സഹായിക്കുന്നത്. പോക്സോ എന്ന് പറയുന്ന സംവിധാനം തന്നെ പുനഃപരിശോധിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആളുകളെ ബോധപൂർവം ട്രാപ്പിലാക്കാൻ ഈ സ്റ്റീരിയോടൈപ്പിക്കലായിട്ടുള്ള പാട്രിയാർക്കലായിട്ടുള്ള സിസ്റ്റത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ആ നിയമം ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കണ്ടെത്തലാണ് അദ്ദേഹം. ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ ഇപ്പോൾ ഈ ഓണർ കില്ലിംഗ് എല്ലാം തന്നെ
ഇതിൻ്റെയൊക്കെ ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്നതാണ്. കാര്യം ഓണർ കില്ലിങ്ങിന് ഓണറിന് വേണ്ടിയാണ് ഈ പോക്സോ കേസ് ചാർജ് ചെയ്യപ്പെടുന്നത്. പലപ്പോഴും അതിൻ്റെ ഇരകളാവുന്നത് വലിയ തോതിൽ കീഴാള സമൂഹത്തിൽപ്പെട്ടവർ, മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ, ഇതൊക്കെ ഒരു എന്താ പറയുക വളരെ എംപിരിക്കലായിട്ടൊരു സ്കോളർഷിപ്പിൻ്റെ സാധനം ഇതിൻ്റെ അകത്ത് കാണാം. ആ സ്കോളറിലെ ഒരു നിരീക്ഷണം നടത്തല്ല, അദ്ദേഹം അതിനകത്തുള്ള കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി വിശദീകരിച്ചുകൊണ്ട് ഡാറ്റ പറഞ്ഞുകൊണ്ടാണ് സർവേ അത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചൻ്റെ അകത്ത് കാണാം. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതിൻ്റെ അകത്തൊരു വലിയ സ്കോളറിൽ ഈ പുസ്തകം എല്ലാ ഇതിലും ഓരോ അധ്യായങ്ങൾ തുടങ്ങുന്ന സുപ്രധാന ഒരു കൂട്ടുന്നതാണ്. അതന്നെ വളരെ ഗൗരവമായിട്ടൊരു ഉൾക്കാഴ്ച എടുക്കുന്ന അതിൻ്റെ അകത്ത് ആ ഉദ്ധരണികൾ തന്നെ ഈ ജീവിത വ്യവസ്ഥയെക്കുറിച്ച് നമുക്കൊരു കാഴ്ച തരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാണുന്നത് ആനന്ദൽത്തുംടെ അനാവരണം ചെയ്യുന്നൊരു യാഥാർത്ഥ്യമാണ്. അത് ജയിലിനകത്തുള്ള യാഥാർത്ഥ്യമാണെങ്കിലും അതെങ്ങനെ മാത്രം ഒരു പുതിയ സമൂഹത്തിൻ്റെ ഒരു പുതിയ ന്യൂ നോർമൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അദ്ദേഹം അവസാനമായിട്ട് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഈ ലേബലിങ്ങിനെ കുറിച്ച്, തന്നെ ലേബൽ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ കാര്യം നാഷൻ ഓഫ് ആൻറ്റി നാഷണൽ. രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോൾ ദേശവിരുദ്ധരായിട്ട് മാറുന്നൊരു അസാധാരണമായ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് സത്യത്തിൽ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ? ഉമർ ഖാലിദിൻ്റെ കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഉമർ ഖാലിദിൻ്റെ കാര്യം നമുക്ക് എടുത്ത് പറയുന്നത് ഷർജിൽ ഇമാം തുടങ്ങിയതാണ്. പക്ഷെ നമ്മൾ അപ്പോഴും നോക്കുമ്പോൾ ഈ ആൻറ്റി നാഷണൽ മുദ്ര ചാർത്തുന്നതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. എല്ലാവരും പെട്ടെന്ന് ആൻറ്റി നാഷണൽ ആവണമെന്നില്ല. കാര്യം അതിനകത്ത് വ്യക്തമായിട്ടൊരു സ്വഭാവം പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ ആ ഒരു അപരവൽക്കരണത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ദേശവിരുദ്ധ മുദ്ര ചാർത്തപ്പെടുന്നത്. അല്ല, വളരെ തമാശ തോന്നുന്ന കുറേ ദുരന്തങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്തായാലും ശരി, അദ്ദേഹം പ്രതീക്ഷയോടുകൂടി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും, യൂറോപ്യൻ സ്വീഡൻ അദ്ദേഹം ഉദാഹരിക്കുന്നു, നോർവേ ഉദാഹരിക്കുന്നു, ഡെൻമാർക്ക്, അങ്ങനെ പല രാജ്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. അവിടെയൊക്കെ ജയിൽ എന്ന് പറയുന്ന ഈ വലിയ ഇരുമ്പ് സംവിധാനത്തിൽ നിന്ന് മാറിയിട്ട് കുറേ കൂടി തുറന്ന സംവിധാനങ്ങളിലേക്ക്, കുറേ കൂടി കറക്റ്റീവ് മെക്കാനിസത്തിലേക്ക്, ആ തരത്തിലേക്ക് മാറുന്നു. ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം അങ്ങനെ ഒരു പ്രതീക്ഷ കാണിക്കുന്നില്ല. പക്ഷേ നമ്മളും അങ്ങോട്ട് പോകേണ്ടി വരില്ലേ ഒരു പക്ഷേ ഭാവിയിൽ? പോകേണ്ടി വരുമോ എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ ജനാധിപത്യമാണെങ്കിൽ മറുപടി പറയും. ജനാധിപത്യ വ്യവസ്ഥയിൽ പോകേണ്ടി വരേണ്ടതാണ്. ജനാധിപത്യം ഇല്ലെങ്കിൽ നമ്മൾ പല രാജ്യങ്ങളിലെയും പോലെ തന്നെ ഇരുണ്ട വ്യവസ്ഥയായിട്ട് ഈ കാര്യം ആത്യന്തികമായിട്ട് ഇതിനകത്ത് ജയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ശിക്ഷാവിധിയേക്കാൾ ഉപരിയായിട്ട് ഇതുപോലെ തന്നെ ആൾക്കാരെ കൊണ്ട് തള്ളാനുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ സ്ഥലമാണല്ലോ. അപ്പോൾ ആ നിലയിൽ നമ്മളൊരിക്കലും ജയിലിനകത്ത്, അത് പൊതുസമൂഹം പോലും ജയിലിനകത്ത് മനുഷ്യാവകാശം പറയാൻ വിമുഖരാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ ജയിൽ ഞാനതിനെ വളരെ പോസിറ്റീവ് കാണാം. ജയിലിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അവരിപ്പോൾ എല്ലാവരും ജന്മന ആരും ജനിച്ച് കൊലപാതകളാവുന്നില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ അവർക്ക് ചെയ്ത തെറ്റ് തന്നെയാണ്, അതിനവർ ശിക്ഷ അനുഭവിക്കുന്നു. ശിക്ഷ അനുഭവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ വേതന വർധന കൊടുക്കുന്നത് പൊതുസമൂഹത്തിന് വലിയ എന്തോ ഒരു മഹാതെറ്റ് പോലെയാണ്. ഇവിടെ പരസ്യമായി അഴിവ് നടക്കുന്നു, കൊള്ള നടക്കുന്നു, ധാരാളമായിട്ടുള്ള മണി ലോണ്ടറിങ് നടക്കുന്നു. അതൊന്നും ഒരു പ്രശ്നമില്ലാത്ത സമൂഹത്തിന് ജയിലിലെ ചെറിയ വേതനം വലിയ ഗൗരവമാണ്. കാര്യം ജയിലിൽ നിന്നാണ് നമ്മളെ സംബന്ധിച്ച് ജയിൽ എന്ന് പറയുമ്പോൾ ഏതോ കൊടും കുറ്റം ചെയ്ത ഒരു രാഷ്ട്രീയ കൊലപാതകയോ അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികളെ എന്താ പറയുക ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കി വന്ന ഒരാളെക്കുറിച്ച് അല്ലാത്ത ഒരുപാട് പേര് എൻ്റെ അകത്തുള്ള ലോകമാണ്. അതിൻ്റെ അകത്ത് വളരെ നിഷ്കളങ്കങ്ങളായ മനുഷ്യർ, ചിലപ്പോൾ വിചാര തടവുകാരായി പെട്ടുപോയ ആൾക്കാർ, ഇപ്പോൾ ഇവരൊക്കെ തന്നെ വിചാര തടവുകാരാണല്ലോ. വിചാരണ പേരാണ് ദീർഘകാലം 32 മാസം ഇപ്പോഴും കേസ് കഴിഞ്ഞിട്ടില്ല. ഈ വിചാര തടവുകാരുടെ ലോകം അതിൻ്റെ അകത്ത് വേറെയുണ്ട്. കാര്യം അവരെ ജയിലിൽ മഹാഭൂരിപക്ഷം പേരും അണ്ടർ ട്രയൽസ് ആണെന്ന് അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഇതിനകത്ത് ഇതാണ് നമ്മുടെ ജയിലിനകത്തുള്ള മനുഷ്യാവകാശം ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ജയിലിൻ്റെ റിഫോർമേഷൻ ഇപ്പോഴും ഇന്ത്യയിൽ നടക്കാത്തൊരു കാര്യമാണ്. ജയിൽ റിഫോർമേഷൻ അത് നമ്മൾ ഈ പ്രിസൻസിൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണോ വേണ്ടത്? നമ്മൾ ആത്യന്തികമായി എന്ന റെട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണോ തുടങ്ങിയ ഗൗരവമായ വിഷയങ്ങൾ ഉന്നയിക്കേണ്ടതുണ്ട്. കാര്യം എന്താണ് ഇത് മനുഷ്യ റിഫോർമേഷനാണ് എന്നാണെങ്കിൽ ഈ സംവിധാനം ഒരു റിഫോർമേഷൻ അല്ല തരുന്നത്. ഇതിൻ്റെ അകത്ത് കൂടുതൽ ക്രിമിനൽസിന് സാധ്യത ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എന്താ പറയുക, നമ്മൾ കാണുന്ന ഇപ്പോൾ ഒരു കോട്ട് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ട്, തലോണ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ട്. കാര്യം അതൊന്നും അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ കൊതുക് വലയെ കുറിച്ചൊരു വലിയ ചാപ്റ്റർ ഇതിലുണ്ട്, കൊതുക് വല പിടിച്ചെടുത്തതിനെ കുറിച്ച്. അത് ഇത് കോവിഡിൻ്റെ കാലത്ത്. എന്തായാലും ശരി, വളരെ ഗൗരവമുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ പുസ്തകം ഉയർത്തുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് സമീപകാലത്ത് ഇറങ്ങിയ ഏറ്റവും നല്ല പുസ്തകങ്ങളൊന്നായിട്ട് നമുക്കിതിനെ. സ്റ്റാൻ സ്വാമിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കവിത നമ്മളെല്ലാം സ്പർശിക്കുന്നത്. ഞാനൊരിക്കലും ആനന്ദൽത്തുംടെ കവിത എഴുതുന്ന എനിക്ക് അറിയണ്ടായിരുന്നു. 2 കവിത, 2 ബോലയെക്കുറിച്ച് സ്റ്റാൻ സ്വാമിയെക്കുറിച്ചും. അത് അല്ലാതെ നമ്മൾ സ്പർശിക്കുന്ന ഒരു എന്താ പറയുക മികച്ചൊരു കവിത തന്നെയാണത്. അപ്പോൾ ഒരുപക്ഷെ മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടില്ല. പക്ഷേ ഞാനൊരിക്കലും വിചാരിച്ചില്ല ആനന്ദൽത്തുംടെ കവിത എഴുതി നമുക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കാവ്യാത്മകമായിട്ടുള്ളൊരു അതിൻ്റെ അകത്തും ജയിലിൽ പോയാൽ അക്കാദമിക്കും കവിത എഴുതും എന്നുള്ളൊരു സന്ദേശം കൂടി ഇതിനകത്തുണ്ട്. ഏതായാലും നന്ദി താമര. താങ്ക് യു.